വൈകുന്നേരങ്ങളിൽ സുന്ദരമാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചെല്ലാനം കടപ്പുറം സന്ദർശിക്കുകയുണ്ടായി. ഈ കളർ അടിച്ചു വെച്ചിരിക്കുന്ന കല്ലുകളാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ ചെല്ലാനം ബീച്ചിലാണ്. ചെല്ലാനം എന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയുടെ സൗത്തായിട്ട് വരും. ഒരു 20 കിലോമീറ്റേഴ്സ് ഒരു മാറിക്കഴിഞ്ഞാൽ ചെല്ലാനാവും. ഞാൻ എത്തിയ സമയത്ത് ഇപ്പോൾ ഒരു മഴയുണ്ട്. ഇവിടെ അധികം ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻ്റെ ബാക്കിൽ കാണുന്ന പെയിന്റ് അടിച്ച് വെച്ചിരുന്ന വാളാറാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ആഗ്രഹം വരുന്നത്. പിന്നെ ഐ ലവ് ചെല്ലാൻ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ കാണാം. ഇവിടെ ഒരു ഫിഷിംഗ് കമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ എൻ്റെ അപ്പുറത്ത് ഇവിടെ ടെട്രാ പോഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഈ പുലിമുട്ടി കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് വെച്ചെന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് പണ്ട് കടൽ അടിച്ച് കയറുമായിരുന്നു. ഇപ്പോൾ അടിച്ച് കയറുന്നില്ല, കാരണം അത് വെച്ച കാരണം. അപ്പോൾ അതൊക്കെ ഒരു അട്രാക്ഷനാണ്. പിന്നെ കുറേ ഫിഷിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു വില്ലേജ് കമ്മ്യൂണിറ്റി ഫിഷർമാൻ കമ്മ്യൂണിറ്റിയാണ്. LC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൂടുതലുള്ള സ്ഥലമാണിത്. അവരുടെ പള്ളികളെ കാണാൻ നല്ല മനോഹരമായ സ്ഥലമാണ്. സോ ഒരു ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വരാൻ പറ്റിയ സ്ഥലമാണ് ചെല്ലാനം. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ കളർ അടിച്ചു വെച്ചേക്കുന്നത് തന്നെയാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. സ്റ്റെപ്പിൽ പോലും കളർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ആരാണ് അടിച്ചു വെച്ചതെന്ന് അറിയില്ല. എന്തായാലും ഐഡിയ ഉള്ള ആൾ തന്നെയാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കണ്ട് തന്നെ ആൾക്കാരേക്കും വരുന്നത്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനീ ചെന്ന സമയത്ത് ഇവിടെ ശരിക്കും കടൽക്ഷോഭം എന്ന പോലെ ഭയങ്കര സൗണ്ടിൽ തിരയടിക്കാൻ കാണാമായിരുന്നു. ഈ പുലിമുട്ടി ഇല്ലെങ്കിൽ നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റില്ല. ഏതാണ്ട് സീ ലെവല് ഒരേ ലെവലിൽ തന്നെയാണ്, ഈ ഒരു വാക്ക്വേയുടെ ലെവലിൽ തന്നെയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. വലിയ പുലിമുട്ടികളാണ്. വാക്ക്വേ എനിക്ക് തോന്നുന്നു 2-3 കിലോമീറ്റർ ഉണ്ടാവാം. ഇന്ന് മഴയായിരുന്നു, അധികം ആൾക്കാരൊന്നും വന്നില്ല. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ കടലടിച്ച് വരുന്ന സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. ഭയങ്കരമായിട്ട് അടിച്ചു വരുന്നുണ്ട്. ശരിക്കും നല്ല വലിയ തിരമാല കണ്ട. ഈ പുലിമുട്ടിയിലായിരുന്നു ഇപ്പൊ ഇവിടെയൊക്കെ കടലെടുത്ത് പോയാൽ. അപ്പോൾ ഇവിടെ ഒരു പുലിമുട്ടി ഇങ്ങനെ ഇത്ര ഇട്ട കാരണം മാത്രം ഈ ബീച്ച് സംരക്ഷിത വലയായിട്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞാണ് ഇപ്പൊ ചെറിയ മഴ വന്നായിരുന്നു. ഞാൻ പോവുകയാണ്, പിന്നെ കാണാം.